എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ലാസ്സാണ്. സൂചികകൾ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിനെ പറ്റി നോക്കാം. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, ലോക സന്തോഷ സൂചിക, അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. 2025 കാര്യം എടുക്കുമ്പം 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഫിൻലൻഡ്. 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഫിൻലൻഡ് എങ്കിൽ 2-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഡെൻമാർക്ക്. 3-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഐസ്ലാൻഡ്. ഈ 3 കാര്യങ്ങൾ നല്ലപോലെ തന്നെ പഠിച്ചു വച്ചേക്കണം. 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം 1-ാം സ്ഥാനത്ത് ഉള്ള രാജ്യം ഫിൻലൻഡ്, 2-ാം സ്ഥാനം ഡെൻമാർക്ക്, 3-ാം സ്ഥാനം ഐസ്ലാൻഡ് എങ്കിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? ഇതാണ് എൻ്റെ ചോദ്യം. ഇന്ത്യ എത്രാമതാണ്? ഇതിൻ്റെ ആൻസർ 118ാമത്തെ സ്ഥാനം. 118 ഇന്ത്യ. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 118. എങ്കിൽ പാകിസ്ഥാൻ്റെ റാങ്ക് എത്രയാണ്? പാകിസ്ഥാൻ്റെ റാങ്ക് 109. PAKI പാകിസ്ഥാൻ 109. സന്തോഷ സൂചിക അതിൽ ഇന്ത്യയെക്കാട്ടി മുന്നിലാണ് പാകിസ്ഥാൻ്റെത് 109 എങ്കിൽ ഇന്ത്യയിലത് 118. ഇത്രയും കാര്യങ്ങളാണ് 2025 ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ 2024 കാര്യം കൂടെ പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. 2024 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഫിൻലൻഡ് തന്നെയാണ് 1-ാം സ്ഥാനത്തെത്തിയത്. 2-ാം സ്ഥാനത്തെത്തിയത് ഡെൻമാർക്ക്. 3-ാം സ്ഥാനത്തെത്തിയത് ഐസ്ലാൻഡ്. 2025 സെയിം കാര്യങ്ങൾ തന്നെയാണ് 2024 വരണത്. ആദ്യത്തെ 3 റാങ്കുകൾ അപ്പുറത്തും ഇപ്പുറത്തും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പുറത്തും ഇപ്പുറത്തും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഈക്വലായിട്ട് തന്നെ പഠിച്ചു വയ്ക്കാൻ വേണ്ടി പറ്റും. ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്. FDI ഇതാണ് കോഡ്. ഹാപ്പി ആണെങ്കിൽ FDI. ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞെന്ന കാര്യം, ഇന്ത്യ 2025 ഇന്ത്യയുടെ റാങ്ക് 118 എങ്കിൽ 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 126. ഇന്ത്യ 126 എങ്കിൽ പാകിസ്ഥാൻ്റെ റാങ്ക് എത്രയാണ്? 108. പാകിസ്ഥാൻ 108. ഇവിടെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ റാങ്കുകൾ വ്യത്യാസമുണ്ട്. എന്നാൽ ബാക്കി മുകളിലുള്ള 3 സെയിം തന്നെയാണ്. 2024 ഇന്ത്യയുടെ റാങ്ക് 126 എങ്കിൽ 25 118 എന്ന് പറയുമ്പം ഹാപ്പിനെസ്, നമ്മുടെ ഇന്ത്യയിൽ ഹാപ്പിനെസ്സിൻ്റെ ഒരു ഇൻഡെക്സ് കൂടി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിൽ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഒരു റാങ്ക്, 1% ഒരു റാങ്ക് കുറഞ്ഞു. 108 108 എന്നുള്ളത് 109 അവിടെ ഹാപ്പിനെസ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം മനസ്സിലാക്കണം. പിന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുമ്പം ഇത് ഒരു സ്കോർ വെച്ചിട്ടാണ് നോക്കണത്. ഫിൻലൻഡ് 2025 കാര്യത്തിൽ ഫിൻലൻഡിൻ്റെ സ്കോർ എന്ന് പറയുമ്പം 7.736 സ്കോർ. ഇത് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ സ്കോർ കണക്കാക്കുന്നത് 0 മുതൽ 10 വരെയുള്ള സംഖ്യകൾ, അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സ്കോർ കണക്കാക്കുന്നത്. അതിനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുമ്പം ക്യാൻട്രിൽ ലാഡറാണ്. ക്യാൻട്രിൽ ലാഡർ ഇത് വെച്ചിട്ടാണ് ഈ ഒരു സ്കോറും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇതിനെപ്പറ്റി ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. 0 മുതൽ 10 വരെയുള്ള സംഖ്യകളാണ് ഇതിൽ സ്കോറായിട്ട് കൊടുക്കുന്നത്. ഇവിടെ ഫിൻലൻഡിൻ്റെ കാര്യം എടുക്കുമ്പം 7.736 2025 ഫിൻലൻഡ് നേടിയത്. എങ്കിൽ ഡെൻമാർക്കിൻ്റെ ആണെങ്കിൽ 7.521 7.521. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോയിന്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഇവ തമ്മിലൊക്കെ ഉള്ളത്. അടുത്തത് ഐസ്ലാൻഡിൻ്റെ കാര്യം എടുക്കുമ്പം 7.515 7.515. ഈ 3 സ്കോറുകൾ പ്രധാനമായിട്ടും പഠിച്ചു വയ്ക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഉള്ള ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പേരും ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, FDI ഈ ഒരു കോഡും കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ചിട്ടും പക്ഷേ സ്കോറുകൾ പഠിക്കണമെന്നില്ല. ഒട്ടുമിക്ക പേരും വിട്ടുപോകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ ക്ലിയർ ചെയ്ത് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാവൂ. അപ്പം നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിച്ചു വയ്ക്കുന്നത്. പിന്നെ ഒരു അഡീഷണൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. നോർഡിക് രാജ്യങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോർഡിക് രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, അതേപോലെ തന്നെ നോർഡിക് രാജ്യങ്ങൾ എന്നുണ്ട്. നോർഡിക് രാജ്യങ്ങളിൽ പൊതുവെ 5 എണ്ണം ആണ് ഉള്ളത്. ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ് ഈ 3 രാജ്യങ്ങൾ നോർഡിക് രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ 3 രാജ്യങ്ങൾ പ്ലസ് സ്വീഡൻ, അതേപോലെ തന്നെ നോർവേ എന്നിങ്ങനെ 5 രാജ്യങ്ങൾ പൊതുവെ ചേർത്ത് വിളിക്കുന്ന പേരാണ് നോർഡിക് രാജ്യങ്ങൾ. ഇവിടെ നോർഡിക് രാജ്യങ്ങൾ എന്ന് പറയുമ്പം ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ, നോർവേ എന്നിങ്ങനെയുള്ള 5 രാജ്യങ്ങൾ പൊതുവെ കൂടിച്ചേർന്നാണ് നോർഡിക് രാജ്യങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ എഴുതാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഇങ്ങനൊരു ചോദ്യം വന്നേക്കാം. നോർഡിക് രാജ്യങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങൾ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിലാണോ അതേ പിന്നിലാണോ എന്നൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കുനിഷ്ട് ചോദ്യങ്ങളൊക്കെ വന്നാൽ പോലും നമുക്ക് ആൻസർ എഴുതാൻ വേണ്ടി പറ്റണം. അതുകൊണ്ടാണ് ഞാനിത് പറയണത്. നോർഡിക് രാജ്യങ്ങൾ 5 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ, നോർവേ 3 രാജ്യങ്ങൾ. ഈ 3 എണ്ണവും പിന്നെ അതിനോടൊപ്പം തന്നെ സ്വീഡൻ, നോർവേ ഇതുകൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ സെറ്റാണ്. ഇനി അടുത്തത് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിനെ പറ്റി നോക്കാം. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്. ഇതിൻ്റെ കാര്യം എടുക്കുമ്പം 2025 കാര്യം 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ്. 2-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് സ്വീഡൻ. 3-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് അമേരിക്ക. USA, അമേരിക്ക. ഇന്ത്യ. എൻ്റെ ചോദ്യം, ഇന്ത്യ എത്രാം സ്ഥാനത്താണ് ഉള്ളത്? ഇതിൻ്റെ ആൻസർ 38. ഇന്ത്യയുടെ സ്ഥാനം 38ആണ്. ഇവിടെ 2025 കാര്യം എടുക്കുമ്പം 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ്, 2-ാം സ്ഥാനം സ്വീഡൻ, 3-ാമത്തത് USA, 38ാമത്തേതാണ് ഇന്ത്യയുടെ റാങ്ക്. 2024 കാര്യം എടുക്കുമ്പം 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ് ആണ്. 2-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് സ്വീഡൻ, 3-ാമത് USA, 39ാമതാണ് ഇന്ത്യ. 39 ഇന്ത്യയുടെ റാങ്ക് 39ആണ്. 2024 39ാമത്തെ റാങ്കായിരുന്നു. 2025 ആയപ്പം 39 എന്നുള്ളത് മാറി 38ആയി. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിനെ പറ്റി പറയുമ്പം ഇത് തയ്യാറാക്കുന്നത് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ്. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം അതാണ്
ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. പിന്നെ UN, നമുക്കറിയാം UN എന്താണ് UN? യുണൈറ്റഡ് നേഷൻസ്. അപ്പം UN-ൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എന്ന ആ ഒരു സംഘടന UN, യുണൈറ്റഡ് നേഷൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഘടനയാണ്. ഇതാണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ഇവിടെ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ഇവിടെ 2025 ഒന്നാം റാങ്ക് കിട്ടിയിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ്, രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് സ്വീഡൻ, മൂന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് USA. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 38 എങ്കിൽ 2024 കാര്യം എടുക്കുമ്പം 1, 2, 3 3 റാങ്കുകൾ സെയിം തന്നെയാണ്. സ്വിറ്റ്സർലാൻഡ്, സ്വീഡൻ, USA. എന്നാൽ ഇന്ത്യയുടെ റാങ്ക് ഒന്ന് കുറഞ്ഞിരുന്നു. 38 എന്നുള്ളത് എന്തായി? 39. 2024 39 എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ലോക രാജ്യങ്ങളിൽ ലിംഗസമത്വം അളക്കുന്ന ഒരു റാങ്കിംഗ് ആണ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. വേൾഡ് എക്കണോമിക് ഫോറം ആണ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. വേൾഡ് എക്കണോമിക് ഫോറം ആണ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. 2025 കാര്യം നോക്കാം. 2025 ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലെ ഒന്നാമത്തെ റാങ്ക് കിട്ടിയിട്ടുള്ളത് ഐസ്ലാൻഡ്, രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ഫിൻലൻഡ്, മൂന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് നോർവേ. എങ്കിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര ആയിരിക്കും? അതിൻ്റെ ആൻസർ 131 ഇന്ത്യ വളരെ പിന്നിലാണ്. അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. 2025 കണക്കിൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ഐസ്ലാൻഡ്, രണ്ടാം സ്ഥാനം ഫിൻലൻഡ്, മൂന്നാം സ്ഥാനം നോർവേ, നാലാം സ്ഥാനമല്ല 131 സ്ഥാനമാണ് ഇന്ത്യ. 131 സ്ഥാനമാണ് ഇന്ത്യ. എങ്കിൽ 2025 കാര്യം പറഞ്ഞു. എങ്കിൽ 2024 കാര്യം എടുക്കുമ്പം ഒന്നാം സ്ഥാനം കിട്ടിയത് ഐസ്ലാൻഡ്, രണ്ടാം സ്ഥാനം കിട്ടിയത് ഫിൻലൻഡ്, മൂന്നാം സ്ഥാനം കിട്ടിയത് നോർവേ. എങ്കിൽ ഇന്ത്യ 2024 129 ഇന്ത്യ. ഇവിടെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വയ്ക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ 2024 നിന്ന് 25 ആയപ്പോഴേക്കും ഇന്ത്യയുടെ റാങ്ക് 2 സ്ഥാനം കുറഞ്ഞു എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം. ഇന്ത്യ 129 2024 129 റാങ്കാണ് ഇന്ത്യയുടെ റാങ്ക്. പക്ഷേ 2025 ആയപ്പം എന്ത് ചെയ്തു? 131 എന്ന് പറയുമ്പോൾ 2 റാങ്കുകൾ കുറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കി വെച്ചിരിക്കണം. 2025 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഒന്നാം റാങ്ക് നേടിയിട്ടുള്ളത് ഐസ്ലാൻഡ്, രണ്ടാം സ്ഥാനം ഫിൻലൻഡ്, മൂന്നാമത് നോർവേ. ഇന്ത്യ എത്രാമതാണ്? 131 ഇന്ത്യ. പിന്നെ 2024 കാര്യം എടുക്കുമ്പോൾ ഫസ്റ്റ് കിട്ടിയത് ഐസ്ലാൻഡ്, രണ്ടാമത് ഫിൻലാൻഡ്, മൂന്നാമത് നോർവേ. 129 ഇന്ത്യയുടെ റാങ്ക്. പിന്നെ പാകിസ്ഥാൻ്റെ കാര്യം എടുക്കുമ്പം 2025 പാകിസ്ഥാൻ്റെ റാങ്ക് 148 148 എന്ന് പറയുമ്പം ഇതിലെ 2025 അവസാനത്തെ റാങ്കാണ് 148. ലാസ്റ്റ് റാങ്കാണ് 148. അതുപോലെ തന്നെ അവസാനം വന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ അവസാനം വന്നിട്ടുള്ളത്. പിന്നെ 2024 കാര്യം എടുക്കുമ്പോൾ പാകിസ്ഥാൻ എത്രാമത്തെ റാങ്ക് ആയിരിക്കും? 145 പാകിസ്ഥാൻ. ഐസ്ലാൻഡ് എന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 2025 ഐസ്ലാൻഡ് 16ാമത്തെ പ്രാവശ്യമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. 16ാമത്തെ പ്രാവശ്യം 16 വർഷത്തോളം
ഐസ്ലാൻഡാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി അടുത്തത് ഗ്ലോബൽ പീസ് ഇൻഡെക്സ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2025 കാര്യം നോക്കാം. 2025 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൻ്റെ ഫസ്റ്റ് റാങ്ക്, 1-ാമത്തെ റാങ്ക് കിട്ടിയത് ഐസ്ലാൻഡ്. 1-ാം സ്ഥാനം കിട്ടിയത് ഐസ്ലാൻഡ്. 2-ാം സ്ഥാനം കിട്ടിയത് അയർലൻഡ്. 3-ാം സ്ഥാനം കിട്ടിയത് ന്യൂസിലാൻഡ്. എങ്കിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണുള്ളത്? ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുമ്പം 115 ഇന്ത്യയുടെ റാങ്ക് 115. ഇനി നേരെ ഇപ്പുറത്ത് വരാം. 2024 ഫസ്റ്റ് കിട്ടിയത് ഐസ്ലാൻഡ്. 2-ാം സ്ഥാനം കിട്ടിയത് ഏതായിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയാണ്. നമ്മൾ നേരത്തെ എഴുതി വന്ന ഒരു പാറ്റേൺ വെച്ച് ഗസ് ചെയ്ത് നോക്കിയാണ് ഏതായിരിക്കും. അതിൻ്റെത് ആൻസർ എന്ന് പറയുമ്പം അയർലൻഡ്. 3-ാം സ്ഥാനം കിട്ടിയത് ഏതായിരിക്കും? ഇവിടെ ഗസ് ചെയ്തുകൊണ്ടിരുന്ന പണി കിട്ടും. 2025 3-ാം സ്ഥാനം കിട്ടിയത് ന്യൂസിലാൻഡാണ്. എങ്കിൽ 2024 3-ാം സ്ഥാനം കിട്ടിയത് ഓസ്ട്രേലിയ എന്ന് ഒരിക്കലും കൊടുക്കരുത്, അത് തെറ്റാണ്. ഇത് തെറ്റാണ്. ഓസ്ട്രിയ. ശ്രദ്ധിച്ച് പഠിച്ച് പോകണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും ഇതിങ്ങനെ ഇട്ട് കുഴപ്പിച്ചുകൊണ്ടിരിക്കും. അത് അവൻ്റെ ഹോബിയാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളണം. ഓസ്ട്രേലിയ അല്ല, ഓസ്ട്രിയ. ഐസ്ലാൻഡ്, അയർലാൻഡ്, ഓസ്ട്രിയ. സെറ്റാണല്ലോ. ഇന്ത്യ 115 എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ 2024 ഇന്ത്യയുടെ റാങ്ക് എത്ര ആയിരിക്കും? 116. ഇന്ത്യയുടെ റാങ്ക് 116 ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പീസ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നോക്കി വയ്ക്കേണ്ടതായിട്ടുള്ളത്. എല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 2025 കാര്യം എടുക്കുമ്പോൾ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൻ്റെ 1-ാം റാങ്ക് കിട്ടിയത് ഐസ്ലാൻഡ്, 2-ാം റാങ്ക് കിട്ടിയത് അയർലാൻഡ്, 3-ാം സ്ഥാനം കിട്ടിയത് ന്യൂസിലാൻഡ്. എങ്കിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 115ാമത്തെ റാങ്കാണ് ഇന്ത്യയുടേത്. പിന്നെ 2024 കാര്യം എടുക്കുമ്പം ആദ്യത്തെ രണ്ടാണ് സെയിം തന്നെയാണ് അപ്പുറത്തുള്ളത്. ഐസ്ലാൻഡ്, അയർലാൻഡ് സെയിം തന്നെ. പക്ഷേ 3-ാമത്തെ കാര്യം എടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുള്ളത്. ഇവിടെ ന്യൂസിലാൻഡ് ആണെങ്കിൽ അപ്പുറത്ത് ഓസ്ട്രിയ. ഇന്ത്യ 115 2025 എങ്കിൽ 2024 ഇന്ത്യ 116. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ഇത് തുടങ്ങിയത് 2007 മുതലാണ്. 2007 മുതലാണ് ഈ ഒരു ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പബ്ലിഷാക്കി തുടങ്ങിയത്. 2007 തുടങ്ങി. എന്നാൽ 2008 മുതൽ, ഇതാണ് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യം, 2008 മുതൽ 1-ാം സ്ഥാനത്ത് ഉള്ളത് ഐസ്ലാൻഡാണ്. 2008 മുതൽ 1-ാം സ്ഥാനത്തുള്ളത് ഐസ്ലാൻഡാണ്. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളാം. 2008 മുതൽ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൻ്റെ ആ ഒരു റിപ്പോർട്ടിൽ 1-ാം സ്ഥാനം മാറാതെ ഉള്ളത് ആരാണ്? ഐസ്ലാൻഡാണ്. ആ ഒരു രാജ്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കണം. 2025 ഇതെന്ന് പറയുമ്പോൾ 19ാമത്തെ എഡിഷൻ റിപ്പോർട്ടാണ്. 19ാമത്തെ എഡിഷൻ ഇതൊന്ന് പഠിച്ചു വെച്ചോളേ. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. 19ാമത്തെ എഡിഷനാണ് 2025 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അത് 19ാമത്തെ എഡിഷൻ ഇൻഡെക്സ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് എന്ന ഈ ഒരു സ്ഥാപനമാണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. ഇന്ത്യ 115 എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ പാകിസ്ഥാൻ്റെ റാങ്ക് 144.
പാകിസ്ഥാൻ 144. 2025 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ 144 എങ്കിൽ 2024 പാകിസ്ഥാൻ എത്രയായിരിക്കും? 140 പാകിസ്ഥാൻ. ഇതിൽ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ 144, 140. 2025 പാകിസ്ഥാൻ 144, 2024 പാകിസ്ഥാൻ 140. ഇത് നല്ലൊരു പഠിച്ചു വെച്ചോളാം. പിന്നെ 2025 കാര്യം എടുക്കുമ്പം അവസാനത്തെ റാങ്ക് കിട്ടിയത് റഷ്യയ്ക്കാണ്. റഷ്യ 163ാമത്തെ റാങ്കാണ് അവസാനത്തെ റാങ്ക്. അത് കിട്ടിയത് ഏതാണ്? റഷ്യയ്ക്കാണ്. അതാണ് റഷ്യയ്ക്ക് കിട്ടിയിട്ടുള്ള റാങ്ക്. ഇത്രയും കാര്യങ്ങളാണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കേണ്ടത്. ഇനി അടുത്തത് ആഗോള പട്ടിണി സൂചിക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ആഗോള പട്ടിണി സൂചിക, ഇതിൽ കുറച്ച് കാര്യങ്ങളെ പഠിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൂ. 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 105. ഇന്ത്യയുടെ റാങ്ക് 105 2024 ആഗോള പട്ടിണി സൂചിക. അതിൻ്റെ ഇന്ത്യയുടെ റാങ്ക് 105 ആഗോള പട്ടിണി സൂചിക. ഇതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്. 2024 ഇന്ത്യയുടെ റാങ്ക് 105 എങ്കിൽ 2025 ഇന്ത്യയുടെ റാങ്ക് എത്ര ആയിരിക്കും? 102. റാങ്ക് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇന്ത്യയിൽ പട്ടിണി കുറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. 105 105 നിന്ന് 102 കുറഞ്ഞു. പിന്നെ 2025 ഇന്ത്യയുടെ റാങ്ക് 102. ഇതിൻ്റെ സ്കോർ പഠിച്ചു വെച്ചിരിക്കണം. 25.8 ഇതിൻ്റെ സ്കോർ. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. 102 എന്നുള്ളത് എല്ലാവരും പഠിച്ചു വെക്കുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് 25.8 എന്നുള്ള കാര്യം സ്പെഷ്യൽ ചെയ്ത് പഠിച്ചു വെച്ചോളാം. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ആഗോള പട്ടിണി സൂചിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ട് നോക്കി വയ്ക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്ന്, പോഷൻ അഭിയാൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോഷൻ അഭിയാൻ, POSHAN, പോഷൻ അഭിയാൻ, ABHIYAAN, പോഷൻ അഭിയാൻ. അതായത് ഇന്ത്യയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പോഷൻ അഭിയാൻ. ഇന്ത്യയിൽ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് പോഷൻ അഭിയാൻ. ഇത് വന്നത് 2018 ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് 2018 പോഷൻ അഭിയാൻ ഉദ്ഘാടനം ചെയ്തത്. ഇത് ജസ്റ്റ് ഒരു അഡീഷണൽ സംഭവമായിട്ട് മാത്രം വച്ചിരുന്നാൽ മതി. പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ, ഈ 2 വർഷത്തിലെ കാര്യങ്ങളും പിന്നെ ഈ ഒരു പോയിന്റുമാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഒരു വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഹാപ്പിയാണോ ഹാപ്പി ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ ഹാപ്പി അല്ല എന്ന് പറയും. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം. എങ്കിലേ എൻ്റെ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് അത് നല്ലപോലെ പഠിച്ചേക്കണം. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഞാൻ സെറ്റ് ചെയ്ത് തരാം. പിന്നെ ഈ ഒരു ചാനലിനകത്ത് തന്നെ മുൻവർഷ ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കയറി കാണുക. അത് കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇപ്പം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക. അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ബൈ.